ഇന്ത്യക്കെതിരായ ഭീകര പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ പ്രോത്സാഹനം നൽകുന്നത് ലോകസമക്ഷം ലോക രാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടാനുള്ള ഇന്ത്യയുടെ പ്രതിനിധി സംഘങ്ങൾ 7 ഡെലിഗേഷനുകൾ തയ്യാറായി കഴിഞ്ഞു. അതിൻ്റെ അംഗങ്ങളെ നിശ്ചയിച്ചു, സംഘത്തിന്റെ തലവന്മാരെ നിയോഗിച്ചു. മൊത്തം 51 പേരാണ്. 7 സംഘങ്ങൾ. അവര് 33 രാജ്യങ്ങളിൽ സന്ദർശനം നടത്തും. അതിന്റെ തുടക്കം എന്ന നിലയിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരുക്കം എന്ന നിലയിൽ, നാളെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും സംഘാംഗങ്ങളും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയുണ്ട്. സത്യത്തിൽ അത് അംഗങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ക്ലാസ് എടുക്കലായിരിക്കും അവിടെ നടക്കുക. ഇവിടെ നമ്മുടെ ശശി തരൂർ വിക്രം മിശ്രിക്ക് ക്ലാസ് എടുക്കുമോ, അതോ വിക്രം മിശ്രി ശശി തരൂറിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമോ എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. എന്തായാലും സംഗതികളൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മുടെ സംഘാംഗങ്ങള് 7 സംഘങ്ങള് വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് പോവുക എന്നത് മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ സംഘങ്ങളെ തിരഞ്ഞെടുത്തതിൽ ചില രാഷ്ട്രീയ കളികളൊക്കെ അരങ്ങേറി. ശശി തരൂറിനെ ഡെലിഗേഷനിൽപ്പെടുത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് മറികടന്നുകൊണ്ട്, അത് വകവെക്കാതെ ശശി തരൂറിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെലിഗേഷനിൽ അംഗമാക്കുകയും അതിന്റെ തലവനായി നിയോഗിക്കുകയും ചെയ്തുകൊണ്ട് കോൺഗ്രസിന് നല്ല ഒന്നാന്തരം ഒരു തട്ട് നൽകാൻ, ഒരു അടി കൊടുക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. നടന്ന കാര്യങ്ങൾ നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചാൽ അത് വളരെ വ്യക്തമാണ്. നമ്മുടെ തരൂർജി ആവട്ടെ, അദ്ദേഹം മോദിക്ക് ഗോളില്ലാ പോസ്റ്റിലേക്ക് ഗോൾ അടിക്കത്തക്ക രീതിയിൽ ഗോൾ പോസ്റ്റിൽ നിന്ന് മാറി നിന്ന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ വന്ന് ശശി തരൂർ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ ഒരു ബാധ്യതയായിട്ട് മാറിയിരിക്കുക. അതിന്റെ ബാക്കി ചർച്ചകളൊക്കെ ഒരു പക്ഷേ ഡെലിഗേഷൻ പോയി വന്നതിന് ശേഷമായിരിക്കും കൂടുതൽ ചൂടാവുക. അതുപോലെ തന്നെയാണ് നമ്മുടെ ബഡാ ദോസ്ത് എന്ന് നമ്മൾ അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന അമേരിക്ക വന്ന് ഇന്ത്യക്ക് ഒരു വലിയ ബാധ്യതയായിട്ട് മാറുകയാണ്. എങ്ങനെയാണ് പാകിസ്ഥാൻ ഭീകര സംഘടനകൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് 2 രാജ്യങ്ങളും തമ്മിലുള്ള സമാധാനപരമായ സഹവർത്തിത്വത്തിന് വിലങ്ങലടിയാവുന്നത്, അല്ലെങ്കിൽ ഭീഷണിയാവുന്നത്? അതാണ് നമ്മുടെ ഈ പ്രതിനിധി സംഘങ്ങള് മറ്റ് രാജ്യങ്ങളില്, അല്ലെങ്കിൽ രാജ്യങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളില് 2 രാജ്യങ്ങൾ തമ്മിൽ ചില സംഘർഷാവസ്ഥ ഉണ്ടായി. അതൊന്നും ഇന്ത്യയുടെ വ്യാപാര ബന്ധങ്ങളെ ഒരിക്കലും ബാധിക്കില്ല. അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മറ്റു രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായുള്ള ട്രേഡ് ബന്ധങ്ങൾ, വ്യാപാര ബന്ധങ്ങൾ പഴയതുപോലെ തന്നെ തുറന്നു കൊണ്ടുപോകാൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ മറ്റു രാജ്യങ്ങളോട് പറയാൻ പോകുന്നത്, അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. കാരണം ഈ സംഘർഷത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യാന്തര വാണിജ്യ ബന്ധങ്ങൾക്ക് യാതൊരു കാരണവശാലും തകരാറ് സംഭവിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് പൊതുവെ ഈ 7 ഡെലിഗേഷനുകളിൽ അർപ്പിതമായിരിക്കുന്ന ചുമതല. അമേരിക്ക നമുക്കൊരു ബാധ്യതയായിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് പഹൽഗാം സംഭവങ്ങൾക്ക് ശേഷം അവരെടുക്കുന്ന, അല്ലെങ്കിൽ ട്രംപ് എടുക്കുന്ന വളരെ യുക്തിഹീനമായ ചില നിലപാടുകൾ, അല്ലെങ്കിൽ അവർ പറയുന്ന ചില അഭിപ്രായങ്ങൾ, അതാണ് നമുക്കിപ്പോൾ വലിയ തലവേദനയായിട്ട് മാറിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ വെടിനിർത്തലിന്റെ കാര്യത്തിലാണ്. അമേരിക്ക എന്താ പറഞ്ഞത്, അല്ലെങ്കിൽ ട്രംപ് എന്താണ് അവകാശപ്പെട്ടത്? ഇത് ഞങ്ങൾ നടത്തിയ ഒരു കൂടിയാലോചനയുടെ, അല്ലെങ്കിൽ ഞങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തിയത് എന്നാണ്. അത് മാത്രമല്ല, അതോടെ ഒരു വലിയ ആണവ ഭീഷണി ഞങ്ങൾ ഒഴിവാക്കി. അമേരിക്ക ലോക പോലീസാണല്ലോ, അവരാണല്ലോ ലോകത്തിലെ സമാധാനം കൊണ്ടുവരേണ്ടത്. അവരുടെ പൂർവ്വകാല ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ്. അവർ ഓരോ രാജ്യങ്ങളും എടുത്ത നിലപാടുകൾ, ലോക സമാധാനത്തിന് അവരെത്രത്തോളം അനുകൂലമായ നിലപാടാണ് എടുത്തത്, ഇതൊക്കെ നമുക്കറിയാം, ലോകത്ത് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ കയറി അവർ ലോക പോലീസ് കളിക്കുക, സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായിട്ട് സ്വയം അങ്ങ് അവകാശപ്പെടുകയാണ്. ഞങ്ങളാണ് ഈ വെടിനിർത്തൽ ഏർപ്പാടാക്കിയത്, ഞങ്ങളുടെ മധ്യസ്ഥയിലാണ്. അതുവഴി ഒരു വലിയ ആണവ ഭീഷണി ഒഴിവായി. അതും പോരാഞ്ഞിട്ട് ചില വ്യാപാര കരാറുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട്, അതായത് നിങ്ങൾ വെടിനിർത്തുന്നില്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള സകല വ്യാപാര ഇടപാടുകളും വാണിജ്യ ബന്ധങ്ങളും അവസാനിപ്പിക്കും എന്നൊരു ഭീഷണി മുഴക്കിയിട്ട്, അങ്ങനെ പറഞ്ഞിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനെയും വെടിനിർത്തലിന് പ്രേരിപ്പിച്ചത്. ഒരുതരം ബ്ലാക്ക് മെയിലിങ് അത് നടത്തിയെന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപ് അന്ന് തന്നെ 12-ാം തീയതി തന്നെ വെടിനിർത്തലിന് ശേഷം ഇതിന്റെ വിശദാംശങ്ങൾ പറയുമ്പോൾ തന്നെ അവകാശവാദം ഉന്നയിച്ചതാ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സൗദി അറേബ്യയിലും ഖത്തറിലും ഒക്കെ പോയി. അവിടെ വെച്ചും ഈ
വിശേഷം വിളമ്പുകയുണ്ടായി. അപ്പോൾ ഇത് നമുക്കൊരു തലവേദനയായിട്ട് മാറിയിരിക്കുക. നമുക്കറിയാം, രണ്ട് രാജ്യങ്ങളിലെയും മിലിറ്ററി ഓപ്പറേഷൻസിനുള്ള ഡയറക്ടർ ജനറൽമാർ തമ്മിൽ നടത്തിയ കൂടിയാലോചനയിലാണ് വെടിനിർത്തലിനുള്ള തീരുമാനം ഉണ്ടായത്. നമ്മുടെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും കാശ്മീർ പ്രശ്നത്തിൽ ഒരു മൂന്നാം കക്ഷിയെ അല്ലെങ്കിൽ മൂന്നാമതൊരാളെ, മറ്റൊരു രാജ്യത്തെ ആരെയും അനുവദിക്കില്ല എന്നത് തന്നെയാണ്. പക്ഷെ അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള അവകാശവാദങ്ങൾ. പറഞ്ഞല്ലോ, നമ്മുടെ ഏറ്റവും വലിയ ഒരു സുഹൃത്തായിട്ടാണ് ഇന്ത്യ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി, അമേരിക്കയും ട്രംപിനെയും കണ്ടിരുന്നത്. അമേരിക്ക എന്ന് പറയുന്നില്ല, ട്രംപിനെ കണ്ടിരുന്നത്. ബെടാ ദോസ്ത് എന്ന് പറയും. അപ്പം അദ്ദേഹം എന്ന് പറയും, നമ്മുടെ ട്രംപ് സാറ് പറയും, മൈ ഗ്രേറ്റ് ഫ്രണ്ട് മോഡി, എൻ്റെ ഏറ്റവും മഹാനായ സുഹൃത്താണ്. അവരുടെ ആലിംഗനവും മറ്റും കാണുമ്പോഴേ നമ്മൾ അറിയാതെ ഈ ദേശസ്നേഹം കൊണ്ട് നമുക്ക് കോരിത്തരിപ്പുണ്ടാവും. അത്തരത്തിലൊരു ബന്ധമായിരുന്നു. 2019 നമ്മുടെ മോദി അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിക്കുക പോലും ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തിലെ ഹൂസ്റ്റണിൽ അബ് കി ബാർ ട്രംപ് സർക്കാർ എന്ന് വളരെ ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കിയത്, അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം നടത്തിയത് മോദിയായിരുന്നു. അപ്പോൾ ആ ട്രംപ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് എതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള ഡെലിഗേഷന്റെ പ്രസക്തി മറ്റ് 6 പ്രതിനിധി സംഘങ്ങളെക്കാൾ വലിയ പ്രാധാന്യമുള്ളതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം പോകുന്നതിന് പ്രധാനപ്പെട്ട രാജ്യം അമേരിക്ക, പിന്നെ ബ്രസീൽ, ഗയാന, പാനമ മുതലായ രാഷ്ട്രങ്ങളിലാണ് പോകുന്നത്. അമേരിക്കയാണ് പ്രധാന ലക്ഷ്യം. അവിടെയാണല്ലോ ട്രംപ്, അമേരിക്കയുടെ പ്രസിഡന്റ്. നമുക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള യുക്തിഹീനമായ, ഇന്ത്യക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുക, ഇന്ത്യക്കെതിരായിട്ടുള്ള പല നീക്കങ്ങൾ പ്രഖ്യാപിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പ്രതിനിധി സംഘം അമേരിക്കയിൽ ചെല്ലുമ്പോൾ അമേരിക്കയ്ക്ക് നമ്മളോടുള്ള നിലപാടിലെ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് സാധിക്കുമോ? മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ട്രംപ് സത്യം പറഞ്ഞാൽ അദ്ദേഹം എടുത്തിരിക്കുന്ന ഈ നിലപാടിൽ നിന്ന് പിന്നാക്കം മാറേണ്ടതുണ്ട്. ഇവിടെ അമേരിക്കയുടെ ഒരു മധ്യസ്ഥത നടന്നിട്ടില്ല. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമതൊരു കക്ഷി ഇടപെട്ടിട്ടില്ല. അത് മാത്രമല്ല, ആണവ ഭീഷണി സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു അവകാശവാദം JD വാൻസ്, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ്, ഈ വെടിനിർത്തലിന് തലേ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടെലിഫോണിൽ വിളിച്ചെന്നും ഒരു ആണവ യുദ്ധമുണ്ടാകാനുള്ള സാധ്യതകളെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നുമൊക്കെ പറയുന്നവരുണ്ട്. അതിനെ തുടർന്നാണ് ഇന്ത്യ വെടിനിർത്തലിന് തയ്യാറായത് എന്ന ചില അവകാശവാദങ്ങൾ. ഇതൊക്കെ ഈ സംശയങ്ങൾ സംബന്ധിച്ച കാർമേഹങ്ങൾ അകറ്റുന്നതിന്, അതായത് വാസ്തവത്തിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള ചില സമീപനങ്ങളാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ അമേരിക്ക എടുത്തിരിക്കുന്നത്. അതൊന്ന് ക്ലിയർ ചെയ്യുന്നതിന് ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള ഡെലിഗേഷന് സാധിക്കുമോ? വാസ്തവത്തിൽ അദ്ദേഹമാണ് ഈ 51 അംഗങ്ങളെ, വ്യത്യസ്ത ഡെലിഗേഷനുകളിലെ 51 പേരെ നോക്കുമ്പോൾ ഏതാണ്ട് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അല്ലെങ്കിൽ നയതന്ത്ര ബന്ധങ്ങളിൽ പരിചയമുള്ള ആളാണ്. സൽമാൻ ഖുർഷിദൊക്കെ ഉണ്ടെങ്കിൽ പോലും UN അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്ന, പിന്നീട് ഇന്ത്യയുടെ വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന, ഇപ്പോൾ വിദേശകാര്യ പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരിക്കുന്ന ശശി തരൂർ, അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ വലിയ കാര്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായിട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് എടുത്ത ചില തീരുമാനങ്ങൾ, നടപടികൾ ഒന്ന് നോക്കൂ. നമ്മൾ ലഷ്കർ എ തോയ്ബ എന്ന് പറയുന്ന പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയുമായിട്ടാണ് ഒരു തരത്തിൽ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരാണ് ഇന്ത്യയിലേക്ക് ഭീകരപ്രവർത്തകരെ അയക്കുന്ന ഒരു പ്രധാന ശക്തി എന്ന് പറയുന്നത്. അവരുടെ ക്യാമ്പുകളിലെ പരിശീലനം ശ്രദ്ധിച്ച, ഭീകരപ്രവർത്തനത്തിന്റെ പേരിൽ ജയിലിൽ കിടന്നിട്ടുള്ള ഒരു മുൻ ലഷ്കർ എ തോയ്ബ പ്രവർത്തകനെ അല്ലെങ്കിൽ ഒരു നേതാവിനെ ഇപ്പോൾ റിലീജിയസ് ഫ്രീഡം കമ്മീഷന്റെ ഉപദേശക സമിതിയിൽ അംഗമാക്കിയിരിക്കുക. ഇസ്മയിൽ റോയർ എന്നാണ് അയാളുടെ പേര്. അതുപോലെ തന്നെ മറ്റൊരു വളരെ കുപ്രസിദ്ധനായ വിദ്വേഷക പ്രാസംഗികൻ ഷെയ്ഖ് ഹംസ, അയാളെയും പിടിച്ച് ഈ കമ്മിറ്റിയിൽ, ട്രംപിന്റെ ഉപദേശക സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഈ ലഷ്കർ എ തോയ്ബയെ എങ്ങനെ തകർക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അവരാണ് ഈ മണ്ണിലേക്ക് ഭീകരപ്രവർത്തകരെ അയക്കുന്ന ഒരു പ്രധാനപ്പെട്ട ശക്തി. അപ്പൊ നമ്മുടെ ഫ്രണ്ട്, ഗ്രേറ്റ് ഫ്രണ്ട്, ബഡാ ദോസ്ത് അവിടെ വാഷിംഗ്ടണിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉപദേശ സമിതിയിലേക്ക് കയറ്റി വയ്ക്കുന്നത് ആരെയാ? ഈ ലഷ്കർ എ തോയ്ബയുമായി ബന്ധമുണ്ടായിരുന്ന മുൻ ഭീകര പ്രവർത്തകരെയാ. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഇതൊക്കെ എന്തു സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്? ഇതിനെ എങ്ങനെയാണ് ഇന്ത്യ കാണേണ്ടത്? അത് മാത്രമല്ല, ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധങ്ങളിൽ
സീറോ ലെവൽ താരിഫിലേക്ക് പോകാൻ ഇന്ത്യ സമ്മതിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു കരാറിന് ഇന്ത്യ സന്നദ്ധമായിരിക്കുന്നുവെന്ന് ട്രംപ് തന്നെ പറഞ്ഞിരിക്കുക. നമ്മളാരും പറഞ്ഞിട്ടില്ല, ഇന്ത്യ അറിഞ്ഞതായിട്ട് നമുക്ക് ഒരു വിവരവും ഇല്ല. അങ്ങനെ ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തിയിരിക്കുകയാണ്. ഇടപെട്ട് ട്രംപ് ഉത്തരം കിട്ടാതെ ഇന്ത്യക്കാർ എന്ന ശീർഷകത്തിൽ ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഈ വിഷയവുമായി താല്പര്യമുള്ള ബന്ധപ്പെട്ട ആളുകൾക്ക് ആ ലേഖനം ഒന്ന് വായിക്കാവുന്നതാണ്. അദ്ദേഹം ചില ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. അമേരിക്ക എടുത്ത നിലപാടിന്റെ പശ്ചാത്തലത്തിൽ വേണമെങ്കിൽ കോൺഗ്രസ്സുകാരനല്ലേ, കോൺഗ്രസിന്റെ മന്ത്രിയായിരുന്നില്ലേ എന്നൊക്കെ പറയാം ചിദംബരം. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഭാവി സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന, അതിന്റെ പേരിൽ അദ്ദേഹത്തെ എഴുന്നള്ളിച്ചോട് നടന്നവരുമുണ്ട്. അവർക്ക് ഇതൊന്ന് വായിക്കാവുന്നതാണ്. ചില കൃത്യമായ ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന 10-ാം തീയതി വൈകുന്നേരം 5:25 ട്രംപ് അദ്ദേഹത്തിന്റെ സ്വന്തമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കരാറായിരിക്കുന്നു, അത് ഉടനെ തന്നെ നിലവിൽ വരും എന്നുള്ള ഒരു ട്വീറ്റ് അല്ലെങ്കിൽ ഒരു സന്ദേശം പോസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി ഇത് സ്ഥിരീകരിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ടൊരു പ്രഖ്യാപനം നടത്തുന്നത്. 3:35 രണ്ട് രാജ്യങ്ങളുടെയും ഡയറക്ടർ ജനറൽമാര്, മിലിറ്ററി ഓപ്പറേഷൻസിന്റെ ഡയറക്ടർ ജനറൽമാര് കൂടിയാലോചന നടത്തിയെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ വെടിനിർത്തൽ 5 മണിക്ക് നിലവിൽ വന്നു എന്നും. 6 മണിക്കാ പറയുന്നത്. അതിനു മുമ്പ് 25 മിനിറ്റ് മുമ്പ് ട്രംപ് ഈ കാര്യം പ്രഖ്യാപിച്ചു. അദ്ദേഹം കൂടെ പറഞ്ഞു 5 മണിക്ക് ഇത് നിലവിൽ വരുമെന്നും പറഞ്ഞു. ഇതെങ്ങനെയാണ് അറിഞ്ഞത്? അതിന് JD വാൻസ് നമ്മുടെ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു. ആണവ ഭീഷണിയെക്കുറിച്ചുള്ള എന്തെങ്കിലും മുന്നറിയിപ്പുകൾ നൽകിയോ? അതുകൊണ്ടൊക്കെയാണ് ഇന്ത്യ വെടിനിർത്തലിന് തയ്യാറായതെന്നൊക്കെയാണല്ലോ അമേരിക്ക പറയുന്നത്. ഈ ലേഖനത്തിന് തുടക്കത്തിൽ പി ചിദംബരം ഒരവസ്ഥയെപ്പറ്റി പറയുന്നുണ്ട്. നമുക്ക് ചില സുഹൃത്തുക്കൾ എന്ന് അവകാശപ്പെടുന്ന ആളുകളുണ്ട്. ഇയാൾ എന്നെ ഒന്ന് വിട്ട് എന്നെ ഒഴിവാക്കി പോയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഇയാളെ പറ്റി പലപ്പോഴും ചിന്തിക്കും. ഒന്ന് ഒഴിവായി പോയിരുന്നെങ്കിൽ. പക്ഷെ ഒഴിവായി പോകത്തില്ല, പിന്നാലെ നടക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡൊണാൾഡ് ട്രംപ് അതുപോലെയാണെന്നാണ് നമ്മുടെ ചിദംബരം പറയുന്നത് അദ്ദേഹത്തിന്റെ ലേഖനത്തിന്റെ തുടക്കത്തിൽ. ഈ ട്രംപിന്റെ കാര്യത്തിൽ നമുക്ക് വലിയ സംശയമാണ്. അദ്ദേഹം നമ്മുടെ സുഹൃത്താണോ നമ്മുടെ ശത്രുവാണോ? അത് നമുക്ക് തരൂരിനോടും ചോദിക്കാം. തരൂർജി, അങ്ങ് ഇപ്പോഴും കോൺഗ്രസിലാണോ അതോ കോൺഗ്രസ് വിട്ട് BJPയിലാണോ? അതാണ് പറഞ്ഞത് ശശി തരൂർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയായിട്ട് മാറുകയാണെന്ന്. അദ്ദേഹത്തിന് ഈ സമിതിയുടെ അല്ലെങ്കിൽ ഡെലിഗേഷന്റെ നേതൃസ്ഥാനം കിട്ടിയതൊക്കെ അഭിമാനമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മൾ നേരത്തെ ചെയ്ത ഒരു വീഡിയോയിൽ അക്കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് 4 പേരടങ്ങുന്ന ഒരു ലിസ്റ്റ് ചോദിച്ചപ്പോ സ്വാഭാവികമായിട്ടും ശശി തരൂർ ആ ലിസ്റ്റിൽ ഉണ്ടാവേണ്ടതായിരുന്നു. പല കാരണങ്ങളാൽ അതിന് കോൺഗ്രസിനും ചില ന്യായങ്ങൾ മുന്നോട്ട് വയ്ക്കാനുണ്ട്. ആ 4 പേരുടെ പട്ടികയിൽ ശശി തരൂർ ഉണ്ടായില്ല. പക്ഷെ ശശി തരൂർ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ക്ഷണം സ്വീകരിക്കുന്നതിന് മുമ്പ് പാർട്ടിയുടെ അംഗീകാരം, അനുമതി തേടേണ്ടതായിരുന്നില്ലേ? അതല്ലേ സാധാരണ മര്യാദ. പക്ഷെ അദ്ദേഹം പെട്ടെന്ന് രാജ്യസ്നേഹം, ദേശക്കൂറ്, രാജ്യം വിളിച്ചാൽ, രാജ്യത്തിന്റെ സേവനം ആവശ്യപ്പെട്ടാൽ മുതലായ ചില വൈകാരികമായ കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം നിലയ്ക്ക് ഒരു തീരുമാനം എടുക്കുകയാണ് ചെയ്തത്. അതേസമയം ഈ ഒരു ഡെലിഗേഷന്റെ തലവനാകാൻ ശശി തരൂർ സമ്മതിച്ച സാഹചര്യത്തിൽ, സമ്മതം മൂളിയ ഒരു സാഹചര്യത്തിൽ അത് എതിർക്കാൻ കോൺഗ്രസിനാകുമായിരുന്നില്ല. കാരണം ഇത് രാജ്യ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമാണ്. അപ്പോൾ എതിർക്കുന്നത് ശരിയാവില്ല. അത് കോൺഗ്രസിന്റെ നയമാണ്, കോൺഗ്രസിന്റെ പാരമ്പര്യമാണ്. പക്ഷേ നമ്മുടെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിക്ക് ഇത്തരത്തിലുള്ള ഡെക്കറേഷൻസിലൊന്നും രാജ്യസ്നേഹം, ദേശക്കൂറ്, രാജ്യം വിളിക്കുന്നു, എന്റെ സേവനം ഞാൻ നൽകണ്ടേ, ഇത്തരത്തിലുള്ള യാതൊരു അലങ്കാരങ്ങളിലും അവർക്ക് യാതൊരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. തൃണമൂൽ കോൺഗ്രസിനോട് ചോദിക്കാതെ യൂസഫ് പഠാൻ എന്ന് പറയുന്ന ആളിനെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരു ഡെലിഗേഷനിൽ പെടുത്തിയത്. അപ്പോ ദീദി ഒരു തീരുമാനമെടുത്തു. മമതാ ബാനർജി, യൂസഫ് പഠാൻ പോകണ്ട, ഈ ഡെലിഗേഷനിൽ പോകണ്ട. TMCയിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ദീദി പറയുകയാണ് പഠാൻ സാർ പോകണ്ട എന്ന് പറഞ്ഞാൽ പോവില്ല. അതാണ് അവിടുത്തെ രീതി. പക്ഷേ കോൺഗ്രസ് തരൂരിനോട് പറയുക, താങ്കൾ പോകണ്ട, താങ്കളുടെ പേര് ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടില്ല, ഞങ്ങൾ നിർദ്ദേശിച്ച പട്ടിക മറികടന്നുകൊണ്ടാണ് താങ്കളെ ഇപ്പോൾ ഈ സമിതിയിൽ അംഗമാക്കിയത്, തലവനാക്കിയത്, താങ്കൾ പോകണ്ട
എന്ന് പറഞ്ഞാൽ തരൂർ പോകാതിരിക്കും. എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി, വേണമെങ്കിൽ ഒരു ദിവസം നേരത്തെ പോകും. അതുകൊണ്ടാണ് തരൂരിനെ ഈ ഡെലിഗേഷനിൽ എടുത്ത തീരുമാനത്തെ കോൺഗ്രസ് അംഗീകരിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തിരികെ വരിക. വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മുടെ ശശി തരൂരിന്റെ ചുമലിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് പാകിസ്ഥാനെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഈ ഡെലിഗേഷനുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുപോലെ തന്നെ അമേരിക്ക നമ്മുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ എതിരായിട്ട് എടുത്തിരിക്കുന്ന ചില സമീപനങ്ങൾ പറഞ്ഞല്ലോ. ഈ മധ്യസ്ഥത സംബന്ധിച്ച വെടിനിർത്തലുമായി ബന്ധപ്പെട്ട മധ്യസ്ഥത, അതേക്കുറിച്ചൊക്കെയുള്ള അവരുടെ അവകാശവാദങ്ങൾ, പിന്നീട് ഇന്ത്യക്കെതിരെ എടുത്തിട്ടുള്ള മറ്റു ചില തീരുമാനങ്ങൾ നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. ഈ വിഷയങ്ങളിലൊക്കെ അമേരിക്കയെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരുന്നതിന് ശശി തരൂറിന്റെ നേതൃത്വത്തിലുള്ള ഡെലിഗേഷൻ സാധിക്കും. അദ്ദേഹം അമേരിക്കയിലൊക്കെ ദീർഘകാലം പ്രവർത്തിച്ചതാണ്. UN അണ്ടർ സെക്രട്ടറികളിലൊക്കെ ആയിരുന്നല്ലോ. എല്ലാ നേതാക്കളുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ശശി തരൂറിനെ പാർട്ടിയുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ഇതിൽ പെടുത്തിയതും ഈ സംഘത്തിന്റെ തലവനാക്കിയതും ആ ഡെലിഗേഷനെ അമേരിക്കയിലേക്ക് അയക്കുന്നതും. നമുക്കിപ്പോൾ വേണ്ടത് എന്താ? ഒരു വെടിനിർത്തലുണ്ടായി, അത് 100% ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണെന്ന് നമുക്കറിയാം. പക്ഷെ അതിന്റെ മുകളിൽ അമേരിക്ക ലോ പോലീസ് കളിക്കുന്നു, അല്ലെ ഹെഡ് മാസ്റ്റർ കളിക്കുക. അത് ഒഴിവാക്കണം. അതും ഈ ഒരു നയതന്ത്ര യാത്രയുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെയാണ്. കാരണം നമ്മുടെ നിലപാട് ലോകത്ത് അംഗീകരിക്കപ്പെടണം. അതിന് അമേരിക്ക ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ യുക്തിഹീനമായ വാസ്തവ വിരുദ്ധമായ സമീപനത്തിൽ നിന്ന്, നിലപാടിൽ നിന്ന് മാറണം. അതിലേക്ക് അമേരിക്കയെ കൊണ്ടുവരുന്നതിന് ശശി തരൂറിന്റെ സംഘത്തിന് സാധിക്കുമോ? സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ശശി തരൂറിനും അദ്ദേഹത്തിന്റെ ഡെലിഗേഷനും എല്ലാ ഭാവുകങ്ങളും നേരുന്നു.